ഭാരതത്തിൻ്റെ വിശിഷ്യ കേരളത്തിൻ്റെ നവോത്ഥാന വ്യവഹാരങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പതിയാതെ പോയതാണ് തദ്ദേശീയമായ ജ്ഞാനവിപ്ലവം. നമ്മുടെ നാട്ടിൽ ഒരു നൂറ്റാണ്ടിനു മുമ്പുണ്ടായ നവോത്ഥാന ചരിത്രം സസൂക്ഷ്മം പരിശോധിച്ചാൽ ഒരു വസ്തുത പ്രകാശമാനമായി തെളിഞ്ഞുവരും. കേരള നവോത്ഥാനത്തിൻ്റെ കന്നിമൂലക്കല്ലാണ് വിദ്യാധിരാജ ശ്രീ ചട്ടമ്പിസ്വാമികൾ എന്ന വസ്തുത. കേരളം കണ്ട മഹാത്മാവ്, അതേസമയം കേരളം ഇനിയും മനസ്സിലാക്കാനിരിക്കുന്ന മഹത്വത്തിൻ്റെ ഉടമ. ചട്ടമ്പിസ്വാമികളുടെ വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം ബ്രാഹ്മണ കേന്ദ്രീകൃതമായ ജ്ഞാനാധികാരത്തിനെതിരെയുള്ള ദൈഷ്ണിക പോരാട്ടമായി തീർന്നു. ദീർഘകാലം നിലനിന്നിരുന്ന അബ്രാഹ്മണർക്കിടയിൽ ദൃഢീകരിച്ചിരുന്ന അധമബോധത്തെ ഇല്ലായ്മ ചെയ്യാൻ വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥത്തിലൂടെ സ്വാമികൾക്കായി. സംസ്കൃതമല്ല, തമിഴാണ് ആദിഭാഷ എന്ന് യുക്തിഭദ്രമായി ആദിഭാഷ എന്ന കൃതിയിലൂടെ സ്വാമികൾ തെളിയിച്ചു. മലയാളം താർക്കിക യുക്തി കൊണ്ട് സമ്പന്നമായത് ചട്ടമ്പിസ്വാമികളുടെ കൃതിയിലൂടെയാണ്. മലയാളത്തെ വൈജ്ഞാനിക ഭാഷയാക്കി ഉയർത്തുന്നതോടൊപ്പം സംസ്കൃതത്തിൽ അടങ്ങിയിരിക്കുന്ന വിജ്ഞാനത്തെ ജനകീയമാക്കാനും ചട്ടമ്പിസ്വാമികൾക്ക് ഒരേ സമയം സാധിച്ചു. അദ്വൈത വേദാന്തത്തെ പ്രതിപാദിക്കുന്ന ഒരു ആധികാരിക ഗ്രന്ഥമാണ് അദ്വൈത ചിന്താപദ്ധതി. ജീവജാലങ്ങളോട് സമഭാവന പുലർത്തിക്കൊണ്ട് അഹിംസാവാദം ശക്തമായി ഉന്നയിക്കുന്ന ഗ്രന്ഥമാണ് ജീവകാരുണ്യ നിരൂപണം. പ്രാചീന മലയാളം എന്ന സ്വാമികളുടെ മറ്റൊരു കൃതി അദ്ദേഹത്തിലെ നിഷ്പക്ഷനായ ചരിത്രകാരനെയാണ് കാണിക്കുന്നത്. പുരാവൃത്ത വിശകലന മാതൃക അവതരിപ്പിച്ചതുകൂടാതെ ചരിത്ര പഠനത്തിന് പദനിരുക്തി വിചാരം ഉപയോഗിക്കാമെന്നും സ്വാമികൾ തെളിയിച്ചു. മലയാളത്തിൽ ആദ്യമായി പുരാവൃത്ത പഠനം നടത്തിയത് ചട്ടമ്പിസ്വാമികളായിരുന്നു. ഭാരതീയ ജ്ഞാനപാരമ്പര്യത്തിന് ശാസ്ത്രീയതയില്ല എന്ന പാശ്ചാത്യ വ്യാഖ്യാനത്തെ ചോദ്യം ചെയ്തതും ചട്ടമ്പിസ്വാമികളായിരുന്നു. ഭാരതീയ ദർശനങ്ങളുടെ ഭാഷ പൊതുവെ സംസ്കൃതമായിരുന്നുവല്ലോ. എന്നാൽ സംസ്കൃതം ലോകഭാഷയായല്ല, ദേവഭാഷയായാണ് പരിഗണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വിജ്ഞാന ഭാഷയായ സംസ്കൃതം സാധാരണക്കാരന് അപ്രാപ്യമായിരുന്നു. അറിവിൻ്റെ ഉടമകൾ എന്ന് സ്വയം അവകാശപ്പെട്ടിരുന്നവർ, ബഹുഭൂരിപക്ഷം വരുന്ന ജനതയെ വെറും അടിമകളായി കണ്ടിരുന്ന കാലത്തായിരുന്നു കുഞ്ഞൻ പിള്ളയുടെ ജനനം. പിൽക്കാലത്ത് അദ്ദേഹം ചട്ടമ്പിയായിത്തീർന്നു. അതായത് ചട്ടത്തെ അമ്പുന്നവൻ. അനുസരിക്കാൻ കഴിയുന്നവനെ ആജ്ഞാപിക്കാനുള്ള അധികാരം ഉണ്ടാകൂ. ആദരിക്കുന്നവനെ ആദരണീയനായി തീരാൻ കഴിയൂ. മലയാള മണ്ണിലെ ആത്മീയ പാരമ്പര്യത്തിൻ്റെ മാത്രമല്ല, ദൈഷ്ണിക മേഖലയിലെ ബലിഷ്ഠമായ കണ്ണിയായിത്തീർന്നു വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ. ത്യാഗപൂർണമായ സന്യാസാദർശത്തോട് മലയാളികളിൽ ആദരവുണ്ടാക്കുന്നതിൽ ചട്ടമ്പിസ്വാമികൾക്കും അദ്ദേഹത്തിൻ്റെ ശിഷ്യർക്കും വലിയ പങ്കുണ്ട്. സാഹിത്യകുശലൻ TK കൃഷ്ണമേനോൻ എഴുതുന്നു, സന്യാസികൾക്ക് ത്യാഗമാണ് ഭൂഷണമെന്ന് ശാസ്ത്രവും വിദ്വാൻമാരും പറയുന്നുണ്ട്. ഇക്കാലത്ത് ഭക്തന്മാർ വർദ്ധിക്കുന്നതോടുകൂടി സന്യാസികൾ പണക്കാരായി തീരുക പതിവാണ്. പണം സ്വാഭാവികമായി പ്രവൃത്തിയിലേക്കും പ്രവൃത്തി നാനാവിധമായ വിക്ഷേപത്തിലേക്കും നയിക്കുന്നു. എന്നാൽ ഈ വക അനർത്ഥങ്ങളൊന്നും കൂടാതെ തന്നെ അസംഗനായി അപരിഗ്രഹനായി വർത്തിച്ചുകൊണ്ട് തന്നെ ബ്രഹ്മവിദ്യയെ അധികാരികൾക്കായി പ്രചാരം ചെയ്യുക എന്നുള്ള ലോകോപകാര കാര്യത്തെ അനുഷ്ഠിച്ചിരുന്ന ജീവൻ മുക്തനായ പരമഹംസനായിരുന്നു വിദ്യാധിരാജ ശ്രീ ചട്ടമ്പിസ്വാമികൾ. സുഭാഷിതം അവതരിപ്പിച്ചത് രാജീവ് ഇരിങ്ങാലക്കുട.